ഞാൻ കഴിഞ്ഞ ദിവസം കീൻവയുടെ വീഡിയോ ഇട്ടപ്പോൾ പാവയ്ക്കയുടെ റെസിപ്പി ചോദിച്ച് കുറേ പേര് റീച്ച് ഔട്ട് ചെയ്തേ. ഈ പാവയ്ക്കയ്ക്ക് ഇത്രയും ഡിമാൻഡോ എന്ന് ഞാൻ വിചാരിച്ചു. വെറും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. ഞാനാണെങ്കിൽ പാവയ്ക്ക കുറേ കിട്ടുമ്പോൾ അതിങ്ങനെ ഫ്രീസ് ചെയ്ത് വെക്കും, അത് ചീത്തയാകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ എനിക്ക് ബിസിയായിട്ടുള്ള ദിവസങ്ങളിൽ കുക്ക് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ച പാവയ്ക്കാണിത്. പാവയ്ക്ക ഒരു പാനിലേക്ക് ഇടുക. ഫ്രീസ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് വെള്ളമൊന്നും വേറെ ആഡ് ചെയ്യുന്നില്ല. അതിലേക്ക് ഹാഫ് സവാളയാണ് ആഡ് ചെയ്തേക്കുന്നത്. കുറച്ച് പച്ചമുളകും ഉപ്പും ആഡ് ചെയ്യണം. സവാള ആഡ് ചെയ്യുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആട്ടോ പാവയ്ക്കയ്ക്ക്. ഇതിനകത്ത് ഒരുപാട് മസാലാസ് ഒന്നും ആഡ് ചെയ്യാത്തൊരു പാവയ്ക്ക ഫ്രൈ ആണിത്. ഇതിലേക്ക് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും 1 സ്പൂൺ ഓയിലും ആഡ് ചെയ്ത് നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിക്കാവേ. ഞാനിതുപോലെ വെജിറ്റബിൾ കുക്ക് ചെയ്യുമ്പോൾ ഏത് വെജിറ്റബിൾ ആണെങ്കിലും അതിലോട്ട് ഒരുപാട് ഓയിൽ ആഡ് ചെയ്യത്തില്ല, അതുപോലെ ഒരുപാട് മസാലാസും ആഡ് ചെയ്യത്തില്ല. അങ്ങനെ ഒരുപാട് നേരം ഫ്രൈ ചെയ്ത് മസാലാസ് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ന്യൂട്രിയൻസ് നഷ്ടപ്പെടും. അതുകൊണ്ട് ഇങ്ങനെ സിമ്പിളായിട്ട് കുക്ക് ചെയ്ത് അത് ഞാൻ ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ കീൻവയുടെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കത്തുള്ളേ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇത് സ്നേഹത്തോടെ സ്നേഹിക്കുന്നവർക്ക്.